ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, 1 സാമുവേൽ 17:28. ദാവീദ് അവരോട് സംസാരിക്കുന്നത് മൂത്ത സഹോദരൻ ഏലിയാബ് കേട്ടു. ആടിനെ ഏൽപ്പിച്ചിട്ട് പോന്ന ദാവീദ് ഓടി വന്ന് സഹോദരങ്ങളോട് സംസാരിക്കുന്നത് മൂത്ത സഹോദരൻ ഏലിയാബ് കേട്ടു. ഏലിയാബ് കുപിതനായി ദാവീദിനോട് ചോദിച്ചു, നീ എന്തിനിവിടെ വന്നു? കുറേ ആടുകളുള്ളതിനെ ആരെ ഏൽപ്പിച്ചിട്ട് പോന്നു? നിന്റെ അഹന്തയും ദുഷ്ടതയും എനിക്കറിയാം. നീ യുദ്ധം കാണാനല്ലേ വന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം ഉള്ളിലൊരു ഏലിയാബുണ്ട്. പ്രായത്തിൻ്റെയും പക്വതയുടെയും അറിവിൻ്റെയും പുണ്യത്തിൻ്റെയും ഒരു ചേട്ടൻ. പ്രായത്തിൻ്റെയും അറിവിൻ്റെയും പുണ്യത്തിൻ്റെയും പക്വതയുടെയും ഒരു ചേട്ടൻ നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണുകൾ അന്ധമാകും, അവിവേകം നമുക്ക് വരാൻ സാധ്യതയുണ്ട്, മനുഷ്യത്വം മറയ്ക്കാനും സാധ്യതയുണ്ട്. ഏലിയാവ് ഒന്നും നോക്കാതെ ഒന്നും ചിന്തിക്കാതെ ദാവീദിനോട് എടുത്തടിച്ച പോലെ മറുപടി പറയുകയാണ്, ചോദിക്കുകയാണ്, നീ എന്തിനൂടെ വന്നു? കുറേ ആടുകളുള്ളതിനെ ആരെ ഏൽപ്പിച്ചിട്ട് പോന്നു? നിന്റെ അഹന്ത എനിക്കറിയാം, ദുഷ്ടത എനിക്കെന്നറിയാം. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം എന്ത് അഹന്ത, എന്ത് ദുഷ്ടത. പക്ഷേ ഏലിയാബിലെ ചേട്ടൻ പക്വതയുടെയും പ്രായത്തിൻ്റെയും അറിവിൻ്റെയും പുണ്യത്തിൻ്റെയും പൂർണ്ണതയുണ്ടെന്ന് കരുതുന്ന ആ മനസാക്ഷിയുണ്ടല്ലോ, അല്ലെങ്കിൽ ആ വ്യക്തിത്വം ഉണ്ടല്ലോ, പൂണ്ടു വിളയാടുകയാണ്. നമ്മിലെല്ലാം ഒരു ഏലിയാവുണ്ട്. ഒരു ദാവീദിനെ കിട്ടിയാൽ നമ്മൾ കൊല വിളിക്കും. ഇതെല്ലാം നമുക്കെല്ലാം ആത്മശോധനയ്ക്കൊരു വചനമാണ്. നമ്മിലെ ഏലിയാബിനെ മയപ്പെടുത്തണം. നമ്മിലെ ദാവീദ് വളർന്നും വരട്ടെ. ദൈവത്തിൻ്റെ അനന്ത കരുണയിൽ ആരോട് ഒരു വിധത്തിൽ അവരുടെ മനസ്സിനെ മനസ്സിലാക്കാതെ, സാഹചര്യത്തെ മനസ്സിലാക്കാതെ പ്രവർത്തിക്കാൻ നമുക്ക് ഇടവരാതിരിക്കട്ടെ. അഥവാ ഇടവന്നാൽ അനുദപിക്കാൻ ഇടവരട്ടെ. ആമേൻ. നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെ അപൂർവമായ, വളരെ വിശേഷപ്പെട്ട ഒരു ശുശ്രൂഷ പരിചയപ്പെടുത്തുകയാണ്. 200-ലധികം വിശുദ്ധരുടെ തിരുശേഷിപ്പുകളുടെ സാന്നിധ്യത്തിൽ ഈശോ മിശിഹായെ ആരാധിക്കുന്ന ഒരു അപൂർവ ശുശ്രൂഷ ഈ വരുന്ന ആഗസ്റ്റ് 29-ാം തീയതി വൈകുന്നേരം 5 മണി മുതൽ 31-ാം തീയതി ശനിയാഴ്ച 2 മണി വരെ നിരന്തരം ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് വിശുദ്ധരോടൊപ്പം അണിചേരാം. നമുക്കറിയാം, വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ അവരുടെ ഭൗതിക ശരീരത്തിൻ്റെ ഭാഗങ്ങളോ അവരുപയോഗിച്ച വസ്തുക്കളുടെ ഭാഗങ്ങളോ ഒക്കെയാണ്. അതൊരു വിഗ്രഹമായിട്ട് പ്രതിഷ്ഠിച്ചല്ല, നമുക്ക് മുമ്പിൽ അവരുടെ സാന്നിധ്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വിശുദ്ധരുടെ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളായി തിരുശേഷിപ്പുകളെ കണ്ടു വണങ്ങി എന്നാൽ ഏക രക്ഷകനെ ആരാധിക്കാൻ പറ്റിയ അപൂർവമായ ഒരു അവസരം. നമ്മൾ 1, 2, 3, 4 തിരുശേഷിപ്പുകളൊക്കെ കണ്ടു കാണും, കയ്യിലെടുത്ത് കാണാൻ മുത്തിയിട്ടുണ്ടാവും. പക്ഷേ ഇത് 200-ലധികം വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലാണ് ഈ അനുഗ്രഹ ശുശ്രൂഷ. നേരവും സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം. വിശദ വിവരങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ബ്രദർ മനു കാട്ടടിയാണ് സഭയുടെ അംഗീകാരമുള്ള ഈ തിരുശേഷിപ്പുകൾ ശേഖരിച്ചിരിക്കുന്നത്. നമുക്ക് ഒന്നിച്ചുകൂടി സഭയ്ക്ക് വേണ്ടി, നാടിനു വേണ്ടി ദൈവത്തെ ആരാധിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആമേൻ ആമേൻ.